കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചതിൽ പിന്നെ കോൺഗ്രസ് അണികൾക്കും നേതാക്കന്മാർക്കും സന്തോഷം കൊണ്ട് ഇരിക്കപ്പുറതിയില്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. ഈ സന്തോഷം എവിടെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാത്തൊരവസ്ഥ. അങ്ങനെയാണ് ജയിച്ചു വന്ന ബിന്ദു കൃഷ്ണയെ സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് നമ്മുടെ ചെറിയാൻ ഫിലിപ്പ് ഒന്ന് ആലിംഗനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ കണ്ടു നിന്നവർക്കും ബിന്ദു കൃഷ്ണയ്ക്കും അതൊരു ബലാത്കാരമായി തോന്നി. ഈ ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ട് ബിന്ദു കൃഷ്ണ ചെറിയാൻ ഫിലിപ്പിൽ നിന്ന് അതിവിദഗ്ധമായി രക്ഷപ്പെട്ടുപോയി. അപ്പോൾ ഈ നോക്കി നിന്നവർ ആലോചിക്കുന്നൊരു സംഭവമുണ്ട്. ഇത്രയും പ്രവർത്തകരും മീഡിയാസും ഒക്കെ നിൽക്കുമ്പോൾ ഈ ഒരു അവസ്ഥ, അപ്പോൾ ആരും ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഒരു അവസ്ഥ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, തെരഞ്ഞെടുപ്പ് വരും പോവും, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും ജയിക്കാതിരിക്കും. ഈ മുൻപ് ഇരിക്കുന്ന ഇരിപ്പിൽ MLA ആയ ഒരു വ്യക്തിയുണ്ട്, സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹം ഇരിക്കുന്ന ഇരിപ്പിൽ MLA ആയി പോയതിന് ശേഷം പല സ്ഥലത്തും ഇതുപോലെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള അറിയാമല്ലോ. അതുകൊണ്ട് നമ്മുടെ ഈ കോൺഗ്രസ് നേതാക്കന്മാരും അണികളും ഈ സന്തോഷം ഒന്ന് നിയന്ത്രിച്ചാൽ നല്ലതായിരിക്കും.